ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു തുവരയുടെ കറിയാണ് കേട്ടോ. തുവര ഇപ്പോൾ സീസണ്, അപ്പോൾ പിന്നെ തുവര കിട്ടിയപ്പോൾ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിനായിട്ടൊരു കുക്കർ വെച്ചു. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 കപ്പ് ചെറിയ ഉള്ളിയും കൂടിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ വേഗം വഴറ്റി വരും. അതുകൊണ്ട് തന്നെ അത് ലേശം ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി ഗോൾഡൻ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു കുറച്ച് ഒരു 1/4 കപ്പോളം എടുത്ത് നമ്മുടെ ഉള്ളി മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 2 ചുവന്ന പച്ചമുളകും പിന്നെ ഒരു 1/2 കപ്പ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തക്കാളി നല്ല മെഷി ആവണ വരെ സോട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ. ഇനി അതിലേക്ക് 1 കപ്പ് തുവര നീരാക്കി വെച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മാക്സിമം വരുത്തിയാൽ മതി. വരുത്തി കഴിയുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു 10 എണ്ണയൊക്കെ മതിയാവും കേട്ടോ. വളരെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ അധികമായാൽ നമ്മളത് കഴിച്ചു പോവും. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊത്തമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. കരിയാൻ പാടില്ല. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെലയും കൂടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചെറിയതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ചൂടാക്കുക. തേങ്ങ ഒരുപാട് നന്നായിട്ട് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിയേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ അരച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ തുവര നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ തുവര ഇങ്ങനെ കഴിക്കാൻ. ചെറിയൊരു കൈപ്പണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ മസാല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് എന്താണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ചൊരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്നിട്ട് കണ്ടോ. ഇനി ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കടുകും കരിവേപ്പിൻ്റെലയും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി തുവരയുടെ കറി റെഡി ആയിട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അതുമാതിരി തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.